നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കാനഡയിലുടനീളം 10,000-കണക്കിന് അഭയാർത്ഥികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതി സർക്കാർ പരിഗണനയിൽ. കാനഡയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 2 പ്രവിശ്യകളായ ഓന്റാരിയോയിലും ക്യൂബക്കിലുമായിട്ടാണ് ഇപ്പോൾ ഭൂരിഭാഗവും കുടിയേറ്റക്കാർ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇവരെ ആനുപാതികമായി കാനഡയുടെ മറ്റു പ്രവിശ്യകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിച്ചു വരികയാണ് തങ്ങളെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലറുടെ ഓഫീസ് വക്താവ് റെനി ലെബ്ലാങ്ക് പ്രോക്ടർ വ്യക്തമാക്കി. അഭയം തേടുന്നവരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള ന്യായവും സുസ്ഥിരവുമായ സമീപനത്തിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ ഫെഡറൽ ഗവൺമെന്റ് എല്ലാ പ്രവിശ്യകളുടെയും പ്രദേശങ്ങളുടെയും പൂർണ്ണ സഹകരണം ഈ പ്രക്രിയയിലേക്ക് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒട്ടാവയിലെ ഫെയർമോണ്ട് ഷാത്തോ ലോറിയർ ഹോട്ടലിന്റെ ചുവരുകളിൽ നിന്ന് മോഷണം പോയ സർ വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസിദ്ധമായ ഛായാചിത്രം റോറിംഗ് ലയൺ ഇറ്റലിയിൽ നിന്ന് കണ്ടെത്തിയതായി ഒട്ടാവ പോലീസ്. പ്രശസ്ത കനേഡിയൻ ഫോട്ടോഗ്രാഫർ യോസഫ് കർഷ് പകർത്തിയ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ 1941 ഛായാചിത്രം 2022 ഓഗസ്റ്റിൽ ഷാത്തോ ലോറിയറുടെ ലോബിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതായിരുന്നു. പാൻഡമിക്കിന്റെ ഒമൈക്രോൺ തരംഗത്തിന്റെ സമയത്ത് പൊതുജനാരോഗ്യ നിയന്ത്രണങ്ങൾ കാരണം ഹോട്ടലിൽ താരതമ്യേന തിരക്ക് കുറഞ്ഞ സമയത്താണ് ഛായാചിത്രം മോഷണം പോയത്. ഛായാചിത്രം ലണ്ടനിലെ ഒരു ലേല സ്ഥാപനം വഴി ഇറ്റലിയിലെ വ്യവസായിയിൽ എത്തിയതാണെന്നും ഒട്ടാവ പോലീസ് അറിയിച്ചു. ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം കനേഡിയൻ പോലീസ് രാജ്യത്തുടനീളമുള്ള 6 ഭീകര ഗൂഢാലോചനകൾ പരാജയപ്പെടുത്തി എഡ്മണ്ടൺ, ഒട്ടാവ മുതൽ ടൊറന്റോ വരെ വ്യാപിപ്പിച്ചു. ഈ പ്ലോട്ടുകളിൽ ചിലത് ജൂത കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ വിരുദ്ധ കലാപം അതിന്റെ മൂർധന്യത്തിൽ കാനഡയുടെ തെരുവോരങ്ങളും ക്യാമ്പസുകളും കീഴടക്കുന്നത് ആശ്ചര്യത്തോടെ കനേഡിയൻ ജനത കണ്ടുനിന്നെന്നും ഏറ്റവും ഒടുവിൽ അമേരിക്കയിൽ ജൂതർക്കെതിരെ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട പാകിസ്ഥാനി യുവാവിനെ കാനഡയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നതിനുവരെ സാക്ഷ്യം വഹിച്ചതായി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. കഴിയുന്നതും വേഗത്തിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ സർക്കാരുകളെ താഴെയിറക്കുമെന്നും തെരഞ്ഞെടുപ്പിലേക്ക് കനേഡിയൻ ജനതയെ നയിക്കുമെന്നും പിയ പൊലീവ്. ഏറ്റവും സാധ്യമായ അവസരത്തിൽ കോമൺ സെൻസ് കൺസർവേറ്റീവുകൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. സാധ്യമായ അവസരത്തിൽ കോമൺ സെൻസ് കൺസർവേറ്റീവുകൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയും ന്യൂനപക്ഷ ലിബറൽ സർക്കാരിനെ താഴെയിറക്കുകയും ചെയ്യുമെന്നും സർക്കാരിനെ താഴെയിറക്കുന്നതിൽ കൺസർവേറ്റീവുകൾക്കൊപ്പം ചേരാൻ ബ്ലോക്ക് ക്യൂബക്കോയിസ് എംപിമാരോടും പൊലിവർ ആഹ്വാനം ചെയ്തു. ഹാരി പോട്ടർ സീരീസിന്റെ പുതിയ പതിപ്പിലേക്ക് ഓപ്പൺ കാസ്റ്റിംഗ് കോൾ പ്രഖ്യാപിച്ച ജെ.കെ. റോളിംഗ്. HBO TV സീരീസിലൂടെ തിരിച്ചു വരാനൊരുങ്ങുകയാണ് ജെ.കെ. റോളിംഗിന്റെ ഹാരി പോട്ടർ. സീരീസിലെ പ്രധാന അഭിനേതാക്കൾക്കായി ഓപ്പൺ കാസ്റ്റിംഗ് കോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറക്കാർ. പുതിയ തലമുറയിലെ ഹാരി പോട്ടർ, ഹെർമയോണി ഗ്രഞ്ചർ, റോൺ വീസ്ലി എന്നിവരെയാണ് പ്രൊഡക്ഷൻ ഹൗസ് തിരയുന്നത്. UK, അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 9-നും 11-നും താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഓപ്പൺ കാസ്റ്റിംഗ് കോൾ വഴി അന്വേഷിക്കുന്നത്. ഹാരി പോട്ടറിന്റെ വരാനിരിക്കുന്ന HBO ഒറിജിനൽ സീരീസ് അഡാപ്റ്റേഷനിൽ കുട്ടികളെ തിരയുന്ന വിവരം നോവലിന്റെ രചയിതാവായ ജെ.കെ. റോളിംഗ് തന്നെയാണ് എക്സിലെ തന്റെ ഔദ്യോഗിക പേജിലൂടെ വെളിപ്പെടുത്തിയത്. ഓർമ്മയിൽ ചെന്താരകമായി സീതാറാം യെച്ചൂരി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു പ്രായം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം. കഴിഞ്ഞ മാസം 19-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത്. നിലവശലായതോടെ വെന്റിലേറ്ററിൽ സഹായത്തിലായിരുന്നു. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 3-ാം ടൈം പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയാണ് സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങൽ. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.